ഇത് കണ്ടോ? ചൊട്ടൻ കടിച്ചിട്ട് ചാടുന്നത് പോലെ ചാടുന്ന ഈ നേതാവിനെ നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതായിരിക്കും. പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടുത്താം. അത് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തൊടുപുഴ എം.എൽ.എ. അബു ജോൺ ജോസഫാണ്. കേരളത്തിലെ നിയമസഭ ചീഫ് വിപ്പ്. ചീഫ് വിപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രളയ മേഖലയിൽ പ്രത്യേക സംഭാവനകളൊന്നും നൽകാനില്ല. എങ്കിലും തൊടുപുഴ എം.എൽ.എക്ക് ആ മണ്ഡലത്തിലെ അടിയന്തര പ്രശ്നങ്ങളിൽ ഇടപെടുവാനുള്ള ബാധ്യതയുണ്ട്. അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണവായന എന്ന് പണ്ടുള്ളവർ പറഞ്ഞതുപോലെയാണ്. നാട്ടിൽ മുഴുവൻ മഴക്കെടുതി കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോൾ ഇദ്ദേഹം വിദേശത്ത് അങ്ങ് അമേരിക്കയിൽ ആടി തിമിർക്കുകയാണ്. ആരോട് ചോദിക്കാൻ? ആരോട് പറയാൻ? തൊടുപുഴ മണ്ഡലത്തിലെ മലങ്കര ഡാം റിസർവോയറിൽ ദിവസങ്ങളായി രാസമാലിന്യം കലർന്ന് വെള്ളത്തിന് മുകളിൽ പരന്നു കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് തന്ന വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നുമാണ് രാസമാലിന്യം ഒഴുകിയെത്തിയത്. അവിടെ 6ഓളം പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ളത്തിൻ്റെ പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. സ്വന്തം നാട് വലിയ മാലിന്യ പ്രശ്നത്തെയും കുടിവെള്ള ക്ഷാമത്തെയും നോക്കി പകച്ചു നിൽക്കുമ്പോഴാണ് ജനം ചുമതലയേൽപ്പിച്ച ജനപ്രതിനിധി അങ്ങ് ഏഴാങ്കടലിനക്കരെ വീണ വായിച്ച് ആർത്ത് അർമാദിക്കുന്നത്. ഇദ്ദേഹം ഈ കൂട്ടും സൂട്ടുമിട്ട് കലിതുള്ളി ചാടുന്നത് അങ്ങ് അമേരിക്കയിലാണ്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് തൊട്ട് താഴെ തൊടുപുഴയിൽ പ്രളയ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്ന ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരൊക്കെയോ പങ്കുവച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത. ഇനിയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്, എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ട് അമേരിക്കയ്ക്ക് പറഞ്ഞ ഈ മഹാനെ പറ്റി എത്രയെല്ലാം പുകഴ്ത്തി പറഞ്ഞാലും ഒട്ടും കൂടുതലാകില്ല. അമേരിക്കയിലെ ഇയാളുടെ ചാട്ടം കണ്ടാൽ മൈക്കിൾ ജാക്സൺ ആണെന്ന് തോന്നിപ്പോകും. നമുക്കൊന്നും അങ്ങനെ തോന്നിയില്ലെങ്കിലും ഇദ്ദേഹത്തിന് സ്വയം അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടായിരിക്കണം ഈ അഭ്യാസ പ്രകടനം മുഴുവൻ നടത്തിയത്. പാട്ട് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും പഴയ ഒരു പാട്ടുകാരനാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവരെന്ന നിലയിൽ ജനം അവരെ കൈയടിക്കുന്നു. പണ്ട് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ എന്നും സംഗീത സദസ്സുണ്ടായിരുന്നു. നാട്ടിലെ പ്രമുഖരായ സംഗീത വിദ്വാൻമാർ വന്ന് പാടും. പക്ഷേ ആരും കൈയടിക്കുവാനോ പ്രോത്സാഹിപ്പിക്കാനോ ബലേഫേഷ് എന്ന് പറയാനോ അനുവാദമില്ല. ഇവരുടെ സംഗീതം മോശമാണ് എന്നെല്ലാവരും പറയണം. ആ സമയത്ത് മഹാരാജാവ് തിരുമനസിൻ്റെ വക ഒരു സംഗീതമുണ്ട്. ഒന്നൊന്നര സംഗീതം. എട്ടയ്ക്കെട്ടയ്ക്ക് തീർത്തും അരോചകമായി കാള കയറ് പൊട്ടിച്ചോടുന്ന രീതിയിലുള്ള ഒരു സംഗീതം. പാറയിലിട്ടുരയ്ക്കുന്ന സംഗീതം. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉറക്കെ പറയണം, ബലേഫേഷ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിപ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ അന്യനാട്ടിൽ നിന്നും വന്ന് ഈ കഥകളൊന്നും അറിയാതെ മധുരമനോഹരമായൊരു ഗാനം കൊട്ടാരത്തിൽ പാടുന്നത്. സപ്തസ്വരങ്ങളും ചേരുംപടി ചേർത്ത് അദ്ദേഹം നടത്തിയ സംഗീത സാഗരം കേട്ട് ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തല പോയാലും ബലേഫേഷ്. മഹാരാജാവ് ചാടി എഴുന്നേറ്റു. അദ്ദേഹം ചോദിച്ചു, ആരാണിത് പറഞ്ഞത്? നിഷ്കളങ്കനായ ആ യുവാവ് എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് പറഞ്ഞു, അടിയൻ തന്നെയാണ് പറഞ്ഞത്. സംഗീതത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മരിച്ചാലും വേണ്ടില്ല, സത്യം വിളിച്ചു പറയണം എന്ന് തോന്നി. മഹാരാജാവ് ചോദിച്ചു, അപ്പോൾ എൻ്റെ സംഗീതത്തെപ്പറ്റി എന്താണ് അഭിപ്രായം? ഏതായാലും മരിക്കാൻ പോവുകയാണെന്ന ഉറപ്പിൽ ആ യുവാവ് പറഞ്ഞു, വളരെ മോശമാണ്, അരോചകമാണ്. തല കഴുത്തിൻ്റെ മുകളിൽ കാണുകയില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനവും അങ്ങയുടെ സംഗീതം ബലേഫേഷ് എന്നാർത്തട്ടഹസിക്കുന്നതാണ്. അത് അങ്ങയെ കളിയാക്കുന്നത് തന്നെയാണ്. മഹാരാജാവ് യുവാവിനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. തൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുവാൻ അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് യുവാവിനോട് ചോദിച്ചു. കണ്ടവരും കേട്ടവരും അമ്പരന്നു. എൻ്റെ കൊട്ടാരത്തിൽ വന്ന് സത്യം പറയാൻ ധൈര്യം കാണിച്ചത് ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഇയാളെയാണ് എന്നാണ് മഹാരാജാവ് പറഞ്ഞത്. കേരളത്തിൽ ഇത്രയും വലിയ പ്രളയവും കൃഷിനാശവും ആൾനാശവും അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി, ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് തെന്നിമാറി വിദേശ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആദ്യത്തെ എം.എൽ.എ. അല്ല അബു ജോൺ ജോസഫ്. ഓരോരോ പേരും പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ്
ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും ഉല്ലസിക്കാൻ വരുന്ന MLA-മാരാണ് ഇന്ന് കൂടുതലും നമ്മുടെ MLA-മാർ. പാലക്കാട് തൃത്താത്തറ MLA VT ബലറാം ഇതുപോലെ ആടിത്തിമിർത്തിട്ട് അമേരിക്കയിൽ കറങ്ങി നടപ്പുണ്ട്. അതും വേറൊരു വേദിയിലായിരുന്നു ആ ആടിത്തിമിർപ്പ്. പൂഞ്ഞാർ MLA നാടുവിട്ടുപോയി എന്ന് പറഞ്ഞ് പഴയ MLA ചില ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടു. കഴിഞ്ഞ 5 വർഷത്തെ ബാക്കി പത്രം എടുത്തു നോക്കിയാൽ അന്നത്തെ MLA-മാരുടെ ഗുണവധികാരങ്ങളും മനസ്സിലാകും. വിദേശത്തുള്ള വ്യാപാര വ്യവസായങ്ങളും നോക്കി അവിടെ ഇരിക്കുന്നതിന് പകരം നാട്ടിലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം MLA ആകുന്നവർ അത് വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ജനങ്ങൾക്ക് എന്ന് എപ്പോൾ എന്താവശ്യമാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നത് വള്ളിയും കയറുമില്ലാതെ കെട്ടിയിടുന്നതിന് തുല്യം തന്നെയാണ്. എന്തെങ്കിലും അടിയന്തര കാര്യത്തിന് എവിടെയെങ്കിലും പോകുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് ജൂൺ മാസം മുതൽ ഒക്ടോബർ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ പ്രകൃതിക്ഷോഭം കൊണ്ട് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും MLA-മാരുടെ ഭാഗത്തു നിന്നൊരു ചോദ്യമുണ്ടാകും, ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമില്ലേ എന്ന്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്ന്. ഇതിൻ്റെ രണ്ടിൻ്റെയും മറുപടിയാണ് ജനം തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ജീവിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ജീവിതം നാട്ടുകാർക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കപ്പെടേണ്ടതാണ്. അതിനാണ് സർക്കാർ കരമൊഴിവായ വലിയ തുക ശമ്പളമായും മറ്റാർക്കുമില്ലാത്ത ഒരുപാട് സൗകര്യങ്ങളും ചെയ്തു തരുന്നത്. ജനങ്ങളുടെ ചെലവിൽ ഈ സൗകര്യങ്ങളെല്ലാം സൗജന്യമായി നേടിയെടുത്തിട്ട് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ഈ പരിപാടി MLA-മാർ അവസാനിപ്പിക്കണം. പുതിയ കാലഘട്ടത്തിൽ ജനപ്രതിനിധിയെ ബഹുഭൂരിപക്ഷവും അളക്കുന്നില്ല, അളക്കപ്പെടുന്നില്ല എന്ന പഴുതു നോക്കിയാണ് പല MLA-മാരും നടക്കുന്നത്. ഇവരെന്തു ചെയ്തു, ചെയ്യുന്നു എന്നതും വിലയിരുത്തപ്പെടുന്നില്ല. മരണവീട്ടിലും മംഗളകർമ്മങ്ങളിലും വിളിച്ചും വിളിക്കാതെയും ഇവരെത്തുന്നതാണ് ഒരു വലിയ വിഭാഗത്തിൻ്റെ സന്തോഷം. അത് മുതലെടുത്ത് ഇങ്ങനെ നടക്കരുത്.